ഞാൻ U.C ആരിഫ്. കഴിഞ്ഞ 33 വർഷമായി കെട്ടിട നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങളുടെ ചോർച്ച, വിള്ളൽ, മറ്റ് കോൺക്രീറ്റ് റിപ്പയറിങ്ങുകൾ, പ്രഷർ ഗ്രൗട്ടിംഗ്, ആങ്കറിംഗ്, ഹീറ്റ് റെസിസ്റ്റൻസ് കോട്ടിംഗ്, റൈസിംഗ് ഡാംപ്നെസ് അങ്ങനെ തുടങ്ങിയ കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ ആപ്ലിക്കേഷനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈടെക് ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവും ചീഫ് കൺസൾട്ടൻറ്റുമാണ്. ഇപ്പോൾ സാധാരണയായി കെട്ടിടങ്ങളിൽ കണ്ടുവരുന്ന വിള്ളൽ, ചോർച്ച, പായൽ, അതുപോലെ തന്നെ ബാത്റൂമുകളിലെ ചോർച്ചകൾ, അതുപോലെ തന്നെ ഫൗണ്ടേഷനിൽ നിന്ന് ഉയർന്നു വരുന്ന ഈർപ്പം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചേരുവകൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഈ വക പരാതികൾ അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ കെട്ടിട നിർമ്മാണ സമയത്തിന് ശേഷം വരികയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഉപദേശങ്ങളും അതോടൊപ്പം തന്നെ അതിൽ പരിചയസമ്പന്നരായ ജോലിക്കാരെ കൊണ്ട് അത് ചെയ്യിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി നൽകുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഹൈടെക് ബിൽഡേഴ്സ്. ഇത് വളരെ പഴക്കമില്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ വാട്ടർ ടാങ്കാണിത്. അന്നേരം ഈ കെട്ടിടത്തിൻ്റെ ടാങ്കിൽ ഭിത്തിയിലുണ്ടായിരിക്കുന്ന വിള്ളലുകളാണ് ഈ കാണുന്നത്. ഇതിൽ കൂടെ നമുക്ക് അകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്കും പോകും, പുറത്തു നിന്നുള്ള വെള്ളം അകത്തേക്കും വരാനുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായ വിള്ളലുകൾ കൂടി ഉണ്ടായ അകത്തേക്ക് നമുക്ക് വന്ന ചോർച്ചകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസാണ് നമ്മളിപ്പോൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കെട്ടിടത്തിൻ്റെ ഭിത്തികളിലുണ്ടാകുന്ന ക്രാക്കുകൾ, ചൂടുകൊണ്ടുണ്ടാകുന്ന ക്രാക്കുകൾ വൈഡൻ ചെയ്ത് ക്രാക്ക് ഫില്ലർ ഇട്ട് ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ഒരു സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടും കൂടി കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് പാക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. രണ്ടാമതായി നമുക്ക് ഓപ്പൺ ടെറസുകളിലും മറ്റും ഫ്ലോർ ടൈൽസ് ലേ ചെയ്യുന്ന ഇത് ഇപ്പം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ടൈലിൻ്റെ ജോയിൻറ്റുകൾ തമ്മിൽ വളരെ അടുപ്പിച്ച് വെച്ച് ചെയ്യുന്നത് കാരണം അതിൽ കൂടി ജോയിൻറ്റ് ഫില്ലർ നല്ലോണം ഇറങ്ങാതെ ജോയിൻറ്റ് ഫില്ലറുകൾ കാലക്രമേണ ഇളവിപ്പോവുകയും അതിനുശേഷം അതിനകത്തുകൂടി വെള്ളം ഇറങ്ങി ടൈലിൻ്റെ അടിഭാഗത്തു കൂടി സഞ്ചരിച്ച് കോൺക്രീറ്റിൽ ഉള്ള വീക്കായിട്ടുള്ള ഭാഗങ്ങളിൽ കൂടി അകത്തേക്ക് വെള്ളം വന്ന് വീടിനകത്ത് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് തന്നെ മിനിമം 2 mm മുതൽ 4 mm വരെയുള്ള സ്പേസറുകൾ യൂസ് ചെയ്ത് ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ടൈൽ ലേ ചെയ്തതിന് ശേഷം ജോയിൻറ്റ് ഫില്ലറുകൾ നല്ലവണ്ണം അകത്തേക്ക് ഇറക്കി ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാതെ നോക്കാവുന്നതാണ്. ഇത് ഈ കാണുന്നത് നമ്മുടെ അധികം പഴക്കമില്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പാണ്. ഇതിൽ ഈ ഭാഗങ്ങളിലെല്ലാം ഒരേപോലെ പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷാക്കി ഇട്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പ്ലാസ്റ്ററിങ്ങിലുണ്ടായ ഡാമേജ് മൂലം ഇവിടെ ചോർച്ച അനുഭവപ്പെടുകയും അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ ചെയ്ത് ഒഴിവാക്കി അതിനുശേഷം വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പഴയതുപോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് പഴയപടിയാക്കി കഴിയുമ്പോൾ നമുക്ക് ചോർച്ചയുടെ പ്രശ്നം ഉണ്ടാകുന്നതല്ല.